ഫസ്റ്റ് തന്നെ മനസ്സിലോട്ട് വരുന്നത് ഹൗസ് ബോട്ട് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ശിക്കാര. കാരണം ഓരോ നിമിഷവും എൻജോയ് ചെയ്യും. അതുപോലെ തന്നെ ഇതവരുടെ 12D തിയേറ്റർ ആണ് ഫിഷ് സ്പാ. അപ്പൊ ബ്രോ നമുക്ക് ഐസ് വരാൻ വേണ്ടി ഐസ്, അപ്പൊ ആ റൈഡ് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയത് ഇങ്ങനെ നമ്മളിങ്ങനെ. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും നൈറ്റ് ടൈമിൽ നമ്മുടെ ആലപ്പുഴ ബീച്ചിന്റെ ലൊക്കാലിറ്റി തന്നെയാണ് ഉള്ളത്. അപ്പൊ ആലപ്പുഴ ബീച്ചിന്റെ അവിടെ തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇന്നും അതേ സ്ഥലത്ത് തന്നെ വരണമെങ്കിൽ NDTV എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവണം. യെസ്, അങ്ങനെ ഒരു കാര്യം നമ്മുടെ മൂക്കിന്റെ തുമ്പത്തുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മിസ്സായി പോയി. അതുകൊണ്ട് തന്നെ ആ ഒരു കറക്ഷൻ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇവിടെയാണുള്ളത്. ഓക്കെ, യെസ്, സംഭവം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു അഡ്വഞ്ചർ പാർക്കാണ്. ആലപ്പുഴയിൽ മറ്റെവിടെയും ഇങ്ങനൊരു സാധനം ഇല്ല ആക്ച്വലി. റോപ്പ് വേ ഒക്കെ ഉണ്ട്, നല്ലൊരു ആംബിയൻസ് ആണ്. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിനെക്കാട്ട് ഏറ്റവും പറ്റുക ഇവിടുത്തെ സ്റ്റാഫ് തന്നെ നമുക്ക് കൃത്യമായ ഇൻഫോർമേഷൻ തരും. ഹലോ ബ്രോ, പേരെന്താണ്? ജിനേഷ്. അപ്പോൾ ഇവിടുത്തെ സൂപ്പർവൈസർ പോലെ. അപ്പോൾ നമുക്ക് പുള്ളി എന്താ ജിനേഷ് ബ്രോ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരും. ബ്രോ എന്താണിത്, എങ്ങനെയാണ് എല്ലാ ഒന്ന് ഇൻഫോർമേഷൻ ഒന്ന് പറഞ്ഞു തന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു. നമ്മുടെ ആലപ്പുഴയിൽ തന്നെ വൺ ആൻഡ് ഓൺലി അഡ്വഞ്ചർ പാർക്കാണ്. നോർമലി ആലപ്പുഴ നോക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ഹൗസ് ബോട്ടിങ്, അതെ തീർച്ചയായിട്ടും. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, അതായത് നമ്മുടെ ഞാൻ ആലപ്പുഴക്കാരൻ തന്നെയാണ്. അപ്പൊ ആലപ്പുഴയിൽ ഇതുപോലൊരു അഡ്വഞ്ചർ പാർക്ക് ഇവിടെ കണ്ടില്ല. ഞാനിത് റീസെന്റ് ആയിട്ട് ട്രിവാൻഡ്രം പോയായിരുന്നു, ഗോകുലാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ പോയായിരുന്നു. അപ്പോൾ അവിടെ ഈ ഒരു ഫെസിലിറ്റി, ഈ ബോട്ട് ഫെസിലിറ്റി ഇല്ലെങ്കിൽ പോലും പക്ഷേ കുറച്ചുകൂടെ ഉണ്ട്, അവിടെ ആക്ടിവിറ്റീസ് കുറച്ചുകൂടെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ആലപ്പുഴയെ സംബന്ധിച്ചുള്ള നമ്മുടെ ആലപ്പുഴക്കാർക്ക് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ദേ ആർ ഗോണ എക്സ്പീരിയൻസ് ദീസ് ഫീലിംഗ്. ബിക്കോസ് നമുക്ക് ഇങ്ങനെ നമുക്ക് ഹൗസ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി പറഞ്ഞ പോലെ തന്നെ പ്രധാനമായും ആലപ്പുഴ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ മനസ്സിലോട്ട് വരുന്നത് ഹൗസ് ബോട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ശിക്കാര വള്ളം, അങ്ങനെയുള്ള ആക്ടിവിറ്റീസേ ഉള്ളൂ. പക്ഷേ ഇത് എന്ന് പറയുമ്പോൾ ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ് ഞങ്ങളെ സംബന്ധിച്ചോളം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്ന് ബ്രോ തന്നെ ഒന്ന് എലബറേറ്റ് ചെയ്ത് പറയുന്നത് നല്ലതായിരുന്നു. ഓക്കെ, നമുക്കിപ്പോൾ മെയിനായിട്ട് വരുന്ന റൈഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് അഡ്വഞ്ചർ റൈഡ്സ് ആണ്, പിന്നെ വാട്ടർ റൈഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ എന്റർടൈൻമെന്റ് കുറച്ച് കാര്യങ്ങൾ. നമുക്ക് അഡ്വഞ്ചർ റൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സിപ്പ് ലൈനാണ്, റോപ്പ് ഹാങ് ചെയ്ത് പോകുന്ന ടൈപ്പ്. രണ്ടാമത്തത് റോപ്പ് റൈഡർ, കാർ എന്ന് പറയുന്നത്. ഇത് അപ്പ് ആൻഡ് ഡൗൺ ആണ്, 2 ടൈപ്സ്, 2 തവണ പോയി സിപ്പ് ലൈൻ സിംഗിൾ വേ ആണ്. പിന്നെ നമുക്ക് താഴേക്ക് ബോട്ടിങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെഡൽ ബോട്ടിംഗ് ആണ്, 2 സീറ്ററും ഉണ്ട്, 4 സീറ്ററും ഉണ്ട്. പിന്നെ അത് കയാക്കിംഗ് ബോട്ടാണ്. ഏതാണ് അത്? ആ ബ്ലൂ ആണ്, കയാക്ക്. ഇവിടെ എവിടം വരെ ഉണ്ടാവും അങ്ങോട്ട്? നമുക്ക് അവിടെ എൻഡിങ്, അവിടെ യെല്ലോ പോയിന്റ് ഉണ്ട്, അവിടെയാണ് നമുക്ക് എൻഡിങ് വരുന്നത്. പിന്നെ അവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, കടലിലുള്ള പോലെയല്ല, കയറുന്ന സമയത്ത് ഒരു ഷേക്കിങ് കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ കിഡ്സിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് പെഡൽ ബോട്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വാട്ടർ റോളർ ഇപ്പൊ അവൈലബിൾ അല്ല, 2 ദിവസം കൊണ്ട്. പിന്നെ കിഡ്സിന് ഒരു പ്ലേ ഏരിയ ഉണ്ട് ഉള്ളിൽ, കിഡ്സിന് വേണ്ടി മാത്രം. അവിടെ ഉള്ളിൽ എൻഡിങ്ങിലായിട്ട് വരും. അതെ, അവർക്ക് സെപ്പറേറ്റ് ചെയ്തതാണ്. അങ്ങോട്ടൊക്കെ എങ്ങനെയാണ് പാസേജ്, എങ്ങനെയാണ്? ഇതിലൂടെ ആ സൈഡിലൂടെ നടന്നു പോകാം അങ്ങനല്ലേ? എൻഡിങ്ങിലുള്ള റൈഡ്സ് മൊത്തം പിള്ളേർക്ക് ഫ്രീ ആയിട്ടാണ്. ഇപ്പൊ അതൊക്കെ ഓഫ് ആയിട്ടിരിക്കണോ? ഇപ്പോഴും ഓണാണ്. ജസ്റ്റ് അങ്ങോട്ട് കാണിക്കാൻ പറ്റുമോ? അതൊക്കെ ബുദ്ധിമുട്ടാണോ? ഇല്ല, അങ്ങനത്തെ പ്രശ്നം. ഓക്കെ, എന്തായാലും ഇവിടുത്തെ സെക്ഷൻ ഒന്ന് കഴിയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ടൈമാണ് രാവിലെ 9 to രാത്രി 9 വരെയാണ്. രാത്രി 9 മണി വരെ. ഓക്കെ, സമയത്ത് ഫിഷ് സ്പാ ഉണ്ട്. ഫിഷ് സ്പാ ഉണ്ട്. ഓക്കെ, ഫീറ്റ് മാത്രമാണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം 20 തിയേറ്റർ ഉണ്ടല്ലേ? എത്രയാണ് അതിന്റെ ചാർജ്? എങ്ങനെ വരും? 20 നമുക്ക് 150 ആണ്. 150 പെർ ഹെഡ് അല്ലേ? പെർ ഹെഡ് 150. പിന്നെ അതേപോലെ ഫിഷ് സ്പാ ആണെന്നുണ്ടെങ്കിൽ 100 rupees ആണ്. 100 rupees. എത്ര സമയം ഉണ്ടാവും? ഫിഷ് സ്പാ മാക്സിമം 10 മിനിറ്റ് അത്രേ ഉള്ളൂ. പിന്നെ 20 തിയേറ്റർ 5 to 6 minutes. 5 to 6 minutes. എന്തോ കൂടുതൽ മെയിൻലി എന്തുവാണ് എന്താ തീം? എങ്ങനെ വരും? അഡ്വഞ്ചർ ടൈപ്പ് ഉണ്ട്, ഹൊറർ ഉണ്ട്, എല്ലാ ടൈപ്പ് ഉണ്ട്. അവരുടെ ഇഷ്ടം ഉണ്ട്. നമ്മൾ പറയുന്നത് ചൂസ് ചെയ്യാൻ പറ്റുമോ? ചൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊന്നൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് ആലപ്പുഴയെ സംബന്ധിച്ചുള്ള. ജസ്റ്റ് ഇതിന്റെ പ്രൈസ് ടാഗ് ആണെന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവരുടെ ഫീ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫാമിലിക്ക് കോംബോ എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഓക്കെ ഗൈസ്, അതുപോലെ തന്നെ പ്രധാനമായിട്ട് ഇവർ പറഞ്ഞ ഔട്ട്സൈഡ് പ്രൊഡ്യൂസിംഗ് അലൗഡ്. എൻട്രി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 30 രൂപയുള്ളൂ ഗൈസ്. അതുപോലെ രാവിലെ 9 മണി തൊട്ട് രാത്രി 9 വരെയാണ് ഇവിടുത്തെ ടൈം ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ. അതുപോലെ ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് ആംബിയൻസ്. പ്രത്യേകിച്ച് ഈ ഒരു ടൈമിലൊക്കെ വരുവാണെങ്കിൽ ആ ചൂടും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യുക. അതുപോലെ തന്നെ ഇതവരുടെ 12D തിയേറ്റർ ആണ് ആക്ച്വലി, അല്ല ഗൈസ്. അപ്പോൾ പുള്ളി പറഞ്ഞ പോലെ തന്നെ ഹൊറർ ഉണ്ട്, നമുക്ക് അതുപോലെ ആക്ഷൻ ഉണ്ട്, ത്രില്ലിംഗ് കംപ്ലീറ്റ് പാക്കേജ് ആണ്. നമുക്ക് ഏത് വേണമെങ്കിലും അവിടുന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതവരുടെ ഇൻസ്ട്രക്ഷൻ മാനുവൽസ് ആണ്. അതൊക്കെ നമ്മൾ കൃത്യമായി ഫോളോ ചെയ്താൽ നമുക്ക് മാക്സിമം
യൂട്ടിലൈസ് ചെയ്യാം. കിഡ്സ് ഓൺലി, കിഡ്സിന്റെ ഒരു പ്ലേ ഏരിയ ഉണ്ടെന്ന് ബ്രോ പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പുള്ളിയുടെ കൂടെ ഒന്ന് പോവാം. സ്റ്റേറ്റ് നല്ല ക്വാളിറ്റി ആണല്ലോ. എത്ര നാളായി ഇവിടെ നിങ്ങൾ തുടങ്ങിയിട്ട്? അപ്പൊ പുള്ളിയാണ് ഇത് ഇവിടുത്തെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എല്ലാം ഓവറോൾ ഒരു സൂപ്പർവൈസിങ് മോഡൽ ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ, നല്ല ജോബാണ്. ഈ സെക്ഷൻ കുട്ടികളുടെ പുതിയത് ഓർമ്മ ചെയ്തിട്ടുണ്ട്. അങ്ങ് എൻഡിലെ കാണുന്ന ലൈറ്റ് ആണ് നിങ്ങളുടെ ഫിനിഷിങ്. അത് അവിടെയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വരുന്നത്. ഓക്കെ ഗസ്, അപ്പം നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാം. നമുക്കാണെങ്കിൽ ഇപ്പോൾ ഫാമിലി ആയിട്ട് വരുമ്പോഴാലും കുറച്ച് നേരം ഇരുന്നൊക്കെ ഒന്ന് വിശ്രമിക്കാം. നല്ലൊരു ഗ്രീനിഷ് ഏരിയയാണ് കംപ്ലീറ്റ്. അതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. മരവും എല്ലാം കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു ഇതല്ലേ, അതുകൊണ്ട് തന്നെ ആ നാച്ചുറാലിറ്റി നല്ലപോലെ ഫീൽ ചെയ്യും ഇവിടെ. അതെ അതെ, സത്യമാണ്. അതാണ് നമ്മുടെ ഒരു പുതിയ ആക്ടിവിറ്റി സ്റ്റാർട്ട് ആയിട്ടില്ല. ഒരു 1 വീക്കിനുള്ളിൽ ഇനാഗ്രേഷൻ ഉണ്ടാവും. ഏതാണ് ഇത്? ആ കാണുന്നത് എന്താണ് സംഭവം? ആക്ടിവിറ്റിയാണ്. ആ, അതിനകത്തൂടെ കയറി പോണല്ലേ? ഒരു 10 ആക്ടിവിറ്റി കണ്ടിന്യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഫിഷ് സ്പാ അല്ലേ? ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഫിഷ് സ്പാ ഫെസിലിറ്റി എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ ഗോവയിൽ പോയപ്പോൾ കണ്ടു. അതുപോലെ തൃശ്ശൂർ മറ്റേ മറൈൻ അക്വാറിയത്തിൽ പോയപ്പോൾ കണ്ടിരുന്നു. 10 മിനിറ്റ് 15 മിനിറ്റ് ആ തെറപ്പിയെ കുറിച്ചുള്ള. കാരണം ഈ ഫിഷ് സ്പാ വെറും ഒരു എൻജോയ്മെന്റ് മാത്രമല്ല, അതിനൊരു കുറെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. അതെല്ലാം ഇവർ എന്തൊക്കെയാണ് മർമ്മപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് എന്ത് ഫിഷാണ് ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ജാറാറൂപ്പ. ഓക്കെ, എല്ലാം അത് തന്നെയാണോ? സെയിം ആണല്ലേ? ബെനിഫിറ്റ്സ് ഓഫ് ഫിഷ് സ്പാ നമ്മൾ പലരും ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. നമ്മളൊരു ആ ഒരു സുഖത്തിന് വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ് നമ്മൾ ആരും ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. സോ ദീസ് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫിഷ് സ്പാ. അതെല്ലേ? പക്ഷെ എപ്പോഴും ഒരു പാരന്റ്സിന്റെ ഒരു മേൽനോട്ടം വേണമല്ലോ ഈ വെള്ളത്തിന്റെ ഒരു സ്ഥലത്തായതുകൊണ്ടേ. സ്റ്റാഫ് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, ഓക്കെ ഓക്കെ ഗൈസ്, ഇതാണ് അവരുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞു. ഓക്കെ, പുതിയ റൈഡാണ്. ഇതിപ്പോ ഓപ്പൺ ആണോ നിലവില്? ഓപ്പൺ ആണ്. ഓക്കെ ഗൈസ്, അപ്പൊ നടക്കാനായിട്ട് നല്ലൊരു സുഖമുണ്ട്. ഇത്തിരി അറിയാത്തവർക്ക് ആദ്യമായിട്ടൊക്കെ ആകുമ്പോൾ പേടിയും വരും. ഇതാരും കണ്ടിട്ട് ഇത് പുല്ലാണെന്നൊന്നും കരുത്, ഇത് പായലാണ് അല്ലേ? അപ്പൊ കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ. ജസ്റ്റ് ബേസിക് ബൗൺസിങ് ആണല്ലോ. ഇതുപോലെ തന്നെ ഇപ്പോ കപ്പിൾസ് ആയാലും അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിൽ ഒരു ഫോട്ടോസ് ഒക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പോസ് ചെയ്യാൻ, സെൽഫി ക്യാം, നല്ലൊരു ആംബിയൻസ് കിട്ടണമെങ്കിൽ ഇവിടെ നല്ലൊരു ഏരിയ ഉണ്ട് അതിന്. ഓക്കെ ഗൈസ്, ഇതാണ് ആ സ്പോട്ട് എന്ന് പറയുമ്പോൾ. കണ്ടോ ഗൈസ്, ഐ ലവ് ആലപ്പി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ അഡ്വഞ്ചർ പാർക്കിന്റെ ഓവർ വ്യൂ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കംപ്ലീറ്റ്, വിച്ച് മീൻസ് കംപ്ലീറ്റ് വ്യൂ ആണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ആരും മിസ് ചെയ്ത്, പ്രത്യേകിച്ച് ആലപ്പുഴക്കാരായിട്ടുള്ള ആരും ഇത് മിസ് ചെയ്ത്. കാരണം ആലപ്പുഴ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഇങ്ങനൊരു സംഭവം ഉള്ളത് വളരെയധികം നല്ലൊരു കാര്യമാണ്. ആരും മിസ് ചെയ്ത്. കാരണം നമ്മുടെ ആലപ്പുഴക്കാർക്ക് എല്ലാവരും അഭിമാനമായിട്ടൊരു കാര്യമാണ്. കാരണം മറ്റ് ജില്ലകളിലൊക്കെ വളരെ റെയറായിട്ട് മാത്രം കാണുന്ന ഒരു സാധനമാണ് അഡ്വഞ്ചർ പാർക്ക്. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ഇഷ്ടപ്പെടുന്നതെങ്കിലും മുതിർന്നവർക്കും ഇത് ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ. സോ ആരും മിസ് ചെയ്യരുത്. നമ്മളെപ്പോഴും ചിന്തിക്കും, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് മിസ് ചെയ്ത് പോയി. കാരണം ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ഏകദേശം 1 വർഷം ആവാറായി ഇവിടെ ഓപ്പൺ ചെയ്തിട്ട്. ഞാൻ ഇവിടെ കൂടെയൊക്കെ നമ്മൾ എപ്പോഴും ചറവറ കഴിഞ്ഞ ആഴ്ച പോലും നമ്മൾ ഈ സെയിം ലൊക്കാലിറ്റി കൂടെ നമ്മൾ ബീച്ച് ബ്ലോഗ് ചെയ്താണെങ്കിൽ പോലും നമ്മൾ ഇതിനെക്കുറിച്ച് അറിയില്ല. വളരെ റീസെന്റ് ആയിട്ട് ഞാനിത് ഈ ഒരു ഐഡിയ ഉണ്ടെന്ന് പോലും അറിയുന്നത്. അപ്പൊ എന്തായാലും നമ്മളത് ഇപ്പൊ എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയത്. ഇങ്ങനെ നമ്മളിങ്ങനെ പോകുന്ന പോലെ എനിക്കത്ര നല്ല പേടി. എനിക്ക് വെള്ളം പണ്ടേ പേടിയാണ്. വെള്ളം അകത്തോട്ട് പോകാൻ മാത്രമേ പേടിയില്ലാവുള്ളൂ. എവിടെ വീട്
മലപ്പുറം. അവിടെ നിന്ന് ഇവിടെ വന്ന് അഡ്വഞ്ചർ ആരാ മുതലാളിയായിരുന്നു? ഇതുകൊണ്ട് എന്റർടൈൻമെന്റ് ഗ്രൂപ്പിന്റെ ആണ്. അലക്സ്. ഓക്കെ, നല്ല ആശയമാണ്. അപ്പൊ പുള്ളിയെ കാണാൻ പറ്റിയ നല്ലൊരു അതിഥി കൊടുക്കാൻ നമുക്ക്. കാരണം ഇതുപോലുള്ള ആശയങ്ങളൊക്കെ നമ്മൾ ആലപ്പുഴയിൽ വരണം ആക്ച്വലി. കാരണം പുറമേ നിന്നുള്ള ആൾക്കാർ നോക്കുമ്പോൾ ഇവിടെ അതൊന്നും ഇല്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആവശ്യമാണ് എല്ലാവരും, കുട്ടികൾക്കായാലും ആർക്കായാലും. അപ്പൊ എനിഹാവ് എന്തായാലും നല്ലൊരു പ്രോഗ്രാമാണ് അവർ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഓൾ ദ ബെസ്റ്റ് ഫോർ യു. കഫേസ് രണ്ടാ ഞാൻ പറഞ്ഞു. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കഫേ ഒക്കെ കണ്ടു, പക്ഷേ നമ്മൾ കരുതിയിരുന്നത് അത് ഔട്ട്സൈഡേഴ്സിന്റെ കാര്യങ്ങൾ. പക്ഷേ ഐ വാസ് റോങ്. ഇത് ഇവരുടെ തന്നെ ഒരു പ്രോപ്പർട്ടിയിൽ തന്നെ ഉള്ള, ഇവരുടെ തന്നെ ഉടമസ്ഥതയിൽ ഉള്ളതാണ്. എങ്ങനെയാ റെന്റിന് കൊടുത്തിരിക്കുന്നത്? അങ്ങനെയാണ് അല്ലേ? ഇവര് തന്നെ നിങ്ങൾ തന്നെ കണ്ടക്ട് ചെയ്യുന്നതാണ്, നടത്തുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെയാ? മോമോസ് ആണോ? മോമോസ് അവിടെയാണ്. ഇവിടെ കഫേ ആയിട്ടുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നമുക്ക് ഇപ്പൊ അങ്ങോട്ട് പോകാം. അപ്പൊ നമുക്ക് ഇവരുടെ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒന്ന് പോകാം. നമ്മൾ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇവിടെ എല്ലാം ഹൈലി സെക്യൂർ ആണ്. കാരണം ഓരോ നിമിഷവും ഇവിടെ വാച്ചിങ് ആണ് കംപ്ലീറ്റ്. എല്ലാം അലേർട്ട് ആണ്. കണ്ടില്ലേ? പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വരുന്ന സ്ഥലമായതുകൊണ്ടും വെള്ളത്തിന്റെ ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് എപ്പോഴും ഇവിടെ സർവൈലൻസ് ഓൺ ആണ്. മുക്കും മൂലയും ഇവർ സർവൈലൻസ് ഉള്ളത്. സോ ഒന്നും കൊണ്ടും പേടിക്കേണ്ട. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും ഫുൾ ടൈം ഓൺ ആണ്. ലൈഫ് ഗാർഡ്സ് പോലെ തന്നെ സേഫ്റ്റി മെഷേഴ്സും എല്ലാം. ഇറങ്ങുമ്പോൾ ഇത്തിരി പേടി തോന്നും കേട്ടോ. കാരണം ഇത്രയും ഹൈറ്റിൽ നിൽക്കുമ്പോൾ ഇത്രയും ഒരു കുത്തനെയുള്ളൊരു സ്റ്റീപ്പായിട്ടുള്ളൊരു ഇറക്കമാണ്. പക്ഷേ ഒന്ന് കോഷ്യസ് ആയിരിക്കണം. പിന്നെ പബ്ലിക്കിന് ഇങ്ങോട്ട് എൻട്രൻസ് ഒന്നും ഇല്ല, അതുകൊണ്ട് അങ്ങനെ ഒരു പേടി വേണ്ട. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞു ഇവരുടെ തന്നെ ഓണർഷിപ്പിലുള്ള ആ ഒരു കഫേസിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി അവിടെ എന്തൊക്കെയാ ഉള്ളതെന്നും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ജസ്റ്റ് ഒരു സ്നാക്സ് പോലെ നമുക്കൊന്ന് കഴിച്ചു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് അവരുടെ വൺ ഓഫ് ദ കഫേസ്, സിക്സ് ആൻഡ് സൈഡ്സ്. ഇവിടെ ആക്ച്വലി മോമോസ് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയാം. നല്ലൊരു ആശയങ്ങളുണ്ട്. അപ്പൊ അതുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകുന്ന കാര്യങ്ങൾ വന്നാൽ അപ്പൊ ബ്രോ ഇവിടുത്തെ ഓളിനോളാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ ഉള്ള ഐറ്റം? ഇവിടെ നമുക്കിപ്പോൾ നിലവിലുള്ളത് മോമോസ്, ഫ്രഞ്ച് ഫ്രൈസ്, നെഗറ്റ്സ് ആൻഡ് ഫ്രൈഡ് ചിക്കൻ, കോൺ ഡോഗ്, ഇങ്ങനെ പാസ്താസ് ആൻഡ് ആസ് വെൽ ആസ് നൂഡിൽസ് എല്ലാം ചൗമീൻ. ഇതാണിപ്പോൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. വരുമ്പോൾ സ്പൈസി മോമോസ് ആണ്. താങ്കൾക്ക് എന്താ ഇവിടെ സ്പൈസി ആയിട്ടുള്ള നിങ്ങളുടെ മെയിൻ ഒരു ട്രേഡ് മാർക്ക് സാധനം എന്താണ്? നിങ്ങളുടേതായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാവില്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള തോന്നുന്നത്? നമുക്കത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് ബഡ്. ഇപ്പം താങ്കൾക്ക് സ്പൈസിയാണ് വേണ്ടതെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ ഒരു മൈൽഡ് സ്പൈസി വിത്ത് ക്രീമി ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രീമി മോമോസ്. അഫ്ഗാനി ഉണ്ട്. അഫ്ഗാനി നമ്മൾ ജസ്റ്റ് യൂസിങ് ബട്ടർ ആൻഡ് ഫ്രഷ് ക്രീം. സ്പൈസി വേണോ അതോ ക്രീമി വേണോ? സ്പൈസി തന്നെ. അപ്പോൾ ബ്രോ, അപ്പൊ എനിക്ക് എന്തായാലും ഒരു സെഷ്വാൻ വേണം. പിന്നെ കൂട്ടത്തില് സ്പൈസി ആയിട്ടുള്ള ഏതാണ് വേറെ? പിന്നെ കൂടുതൽ നമുക്കൊരു മൈൽഡ് സ്പൈസി കിട്ടുന്നതാണ് ക്രീമി ഫ്ലേവർ. ക്രീമി ഫ്ലേവർ. നമുക്ക് പിന്നെ പെരി പെരി ഉണ്ട്. പെരി പെരി ആകുമ്പോൾ നമുക്കൊരു ഡ്രൈ ആയിട്ടാണ്. എനിക്കെന്താ പെരി പെരി പറയട്ടെ? ഓക്കെ ബ്രോ, ഒരു പെരി പെരി ഒരു സെഷ്വാൻ. ഓക്കെ. പിന്നെ ഡ്രിങ്ക്സ് എന്തൊക്കെയാ? ഡ്രിങ്ക്സ് നമുക്കിപ്പോ നിലവിൽ ബോട്ടിൽ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, തൽക്കാലം എന്തായാലും ഇപ്പം ഒന്നും വേണ്ട. സെഷ്വാൻ മസാല നമ്മൾ തന്നെ വെക്കുന്നതാണ്. അത് ശരി. ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഉണ്ടാകത്തില്ലല്ലേ? ഫ്ലേവേഴ്സ് ഒന്നും ഇല്ല. എപ്പോഴും അതാണ് നല്ലത്. ലൈവ് പിക്ചറാണ് നമ്മള്. അതെ, എല്ലാവർക്കും കാണുകയും ചെയ്യാം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്. അതെ, അതാണ് നല്ലത്. പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാം. തീർച്ചയായിട്ടും അതാണ് എപ്പോഴും നമുക്ക് ആവശ്യമുള്ളത്. കാരണം അത് തന്നെയാണ് പറയുന്നത്. ഇവരിപ്പോൾ യൂസ് ചെയ്യുന്നത് ആ ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. അത് ഇവിടെ വിഷ്വലി നമുക്ക് പബ്ലിക്കിന് കാണാൻ സാധിക്കും എന്തൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്ന മസാലാസ് എന്ന് പറയുമ്പോൾ. അല്ലാതെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള സോഡ എന്ന് നമ്മള് ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തോ അതിന്റെ പേര് മറന്നു. അതെ, അജിനോമോട്ടോ അതുപോലത്തെ ഉള്ള നമ്മുടെ ശരീരത്തിന് നശിപ്പിക്കുന്ന ഐറ്റംസ് ഒന്നും അവർ ചേർക്കുന്നില്ല. അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. ഇപ്പൊ ഹോട്ടൽസിലുള്ള 5 സ്റ്റാർ ഹോട്ടൽ മുതൽ തട്ടുകട വരെയാണെങ്കിലും അജിനോമോട്ടോ ടേസ്റ്റ് മേക്കർ ആണ്, അതൊക്കെ യൂസ് ചെയ്യും. പക്ഷെ ഇവരതൊന്നും യൂസ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യമാണ്. കാരണം ആവശ്യത്തിനുള്ള ടേസ്റ്റിംഗ് കാര്യങ്ങൾ നമുക്ക് കിട്ടും. അത് ഇവരുടെ കഴിവാണ്. അതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പൊ നമുക്ക് എന്തായാലും വിഷ്വലി നമുക്കൊന്ന് കാണാം. അപ്പൊ മോമോ അവിടെ ഫ്രൈ ആവുന്ന കൂടെ തന്നെ നമ്മുടെ മോമോയുടെ ഗ്രേവി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു സിനിമയ്ക്കകത്തൊരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, മേഘം ഏതിനാണ് അവിടെ പാല് കച്ചില്, ഇവിടെ തലയാണോ താലി കേട്ടല്ലോ. അതെ, അതുപോലെയാണ് ഇവിടുത്തെ പരിപാടികൾ. അതെ, മതിയല്ലോ. നല്ലൊരു
എക്സ്പീരിയൻസ് ആയിട്ടുള്ള കഴിവുള്ള ഒരാൾ മതി ഒരു കട കൊണ്ടുപോകാനായിട്ട് ആക്ച്വലി. ബ്രോയുടെ പേരെന്താണ്? അറഫാത്ത്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു. ഇനിയാണ് യഥാർത്ഥ ഡീൽ തുടങ്ങുന്നത്. അപ്പോൾ റൈഡ്സും അഡ്വഞ്ചറും ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ ഇവിടെ കയറി നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം കൂടെ കഴിക്കുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. മനസ്സ് മുഴുവൻ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അല്ലേ ഡ്രങ്കൻ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സെഷ്വാൻ മോമോസ് ഈസ് റെഡി. നമുക്ക് മസാലയും കാര്യങ്ങളൊന്നുമില്ല, പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പൗഡർ യൂസ് ചെയ്യും. പെരി പൗഡറാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. പിടി ഫുഡ് റിവ്യൂ നമ്മൾ നോർമലി ചെയ്യുന്നതാണെങ്കിലും ഒരു മോമോസിന്റെ റിവ്യൂ ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ ഗോട്ട് ഇറ്റ്. ഇന്നത്തെ ജനറേഷനിൽ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് കാറ്റഗറി നിൽക്കുന്ന ഒരു ഐറ്റമാണ്. കാരണം മോമോസ് എന്ന് പറയുമ്പോൾ പല പല വെറൈറ്റീസ് ആണ്. നമ്മൾ കേൾവി പോലും ഇല്ലാത്ത ഏത് രീതിയിൽ വേണേൽ മോമോസ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ എങ്ങനെ ക്രിയേറ്റ് ചെയ്താലും അതിന്റെ ക്വാളിറ്റി ആണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ട സമയം എത്തിക്കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ പരിപാടികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് സെഷ്വാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ട്രൈ ചെയ്തിട്ടുള്ള സെഷ്വാനാണ്. സ്റ്റീം മോമോസ് ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്ക് അത്ര ഇൻട്രസ്റ്റ് കിട്ടിയില്ല, അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എനിക്ക്. ബട്ട് സെഷ്വാൻ അടിപൊളിയായിരുന്നു. നമ്മുടെ ആലപ്പുഴ അറേബ്യൻ നൈറ്റ്സ് തന്നെയാണ് മേടിച്ചത്. സോ ദിസ് വൺ റിക്വസ്റ്റ് ദാൻ. ഓക്കെ ഗൈസ്, എന്തായാലും മൈനസ് ഞാൻ ട്രൈ ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ ആ പ്യുവർ ടേസ്റ്റ് നഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ നാച്ചുറൽ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞു നോക്കാം. ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. എന്റെ ഫേസ് കാണുന്നതിനൊക്കെ മനസ്സിലാവും എരിവുണ്ട് ബ്രോ. എനിക്കറിയാം സെഷ്വാൻ എന്ന് പറയുമ്പോൾ തന്നെ നല്ല എക്സ്ട്രാ സ്പൈസി സാധനമാണ്. ഞാൻ വീട്ടിൽ മേടിക്കുന്നതിനേക്കാളും എരിവില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാൻ തീർച്ചയായിട്ടും പറയണം, സ്നാക്സ് ആയിട്ട് കഴിക്കാൻ ബെസ്റ്റ് സാധനങ്ങൾ ഒന്നാണ്. ഇപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി തന്നെ ബ്രോ ഇവിടെ തന്നെ നിൽപ്പുണ്ട് ബ്രോ. സൂപ്പർ ആയിട്ടുള്ള എരിവായാലും ആ ഒരു ബാലൻസ് ചെയ്താണ് ബ്രോ ഉണ്ടാക്കിയത്. കാരണം ഓവറായിട്ടുള്ള സ്പൈസിനെസ് ഇല്ല, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ എന്തായാലും ഓവറോൾ എനിക്കൊരു നല്ലൊരു പോയിന്റ് ആണ് എനിക്ക് കൊടുക്കാറുള്ളത്. ഇനി എന്തായാലും നമ്മുടെ ഡ്രങ്കൻ ക്യാമറയ്ക്ക് മുമ്പിൽ ഒളിച്ചു നിൽക്കുക. ഡ്രങ്കൻ ജി പരിപാടി നടത്തി കഴിഞ്ഞു. ഓക്കെ, എന്താണ് അഭിപ്രായം? ഇതിനു മുമ്പ് നമ്മൾ ഒരുമിച്ച് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഇത് പെരിപെരി സീസണിങ് മാത്രമേ ഉള്ളൂ. എങ്ങനെ, എരിവാണോ? ഫ്ലേവർ എങ്ങനെയുണ്ട് അതാണ് അറിയേണ്ടത്. അടിപൊളിയാണ്. ഇതിന്റെ ഒന്നുമില്ല നെഗറ്റീവായിട്ട് പറയാനായിട്ട് എനിക്ക്. കാരണം എരിവ് കൂടുതലായിരുന്നെങ്കിൽ എരിവെങ്കിലും കൂടുതലാന്ന് പറഞ്ഞ് നെഗറ്റീവ് അടിക്കാൻ. പക്ഷെ ഇതിനകത്ത് അതുപോലും ഇല്ല. ഈ മസാലയൊക്കെ അടിപൊളിയാണ് കാശ്, ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞില്ല, അറേബ്യൻ ഷേക്കിലെ സംഭവം അടിപൊളിയാണ്, പക്ഷെ ഇത്തിരി എരിവ് കൂടുതലാണ്. അടിപൊളി സോസിൽ കലർന്നിരിക്കുകയാണ് കാശ്. മയണൈസ് അല്ല, ബട്ടറാണ്. മയണൈസ് ആണ്, പക്ഷെ ഒരു ബട്ടറിന്റെ ഫീൽ ആണ് എനിക്ക് കിട്ടിയത്. പോയ വണ്ടി തിരിച്ചെത്തി. നമ്മൾ ഇവിടം വരെ വന്നിട്ട് നമുക്കൊന്ന് തൂങ്ങിയിട്ട് വന്നാലേ.
പിന്നെയും കൊണ്ടുപോണേ. നീന്തലൊക്കെ അറിയാലോ അല്ലേ? അപ്പോ നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ട് ഇവരുടെ ട്രേഡ് മാർക്ക് ആയിട്ടുള്ള ഒരു വിഭവമായ ക്രീമി മോമോസ് ആണ് അവർ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പിന്നെ ആ വണ്ടി നടക്കുകയാണ് കഴിച്ചിങ്ങനെ ആടി തൂങ്ങി നടക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ പരുവത്തിൽ കയറും അല്ലേ ഡ്രങ്ങൻ ചെയ്യും. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. പലപ്പോഴായിട്ട് നമ്മൾ എല്ലായിടത്തും പേടിയായിട്ടൊരു കാര്യമാണ് ഈ ഓയിലിന്റെ കാര്യം. ഈ ഓയിലല്ല, ഇത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ അതിന്റെ തൊട്ട് സൈഡിലെ നെയ്ബർഹുഡ് ആയിട്ടുള്ള ഈ ഓയിലിന്റെ കാര്യം ഇതെങ്ങനെയാണ് നിങ്ങൾ അതിന്റെ ചേഞ്ചിങ് എപ്പോഴെപ്പോഴാണ്? ഇത് നമ്മൾ ദിവസവും മാറ്റാറുള്ളൂ. ദിവസം അത് കാണുമ്പോൾ അറിയാം. എത്രയും ക്ലിയർ ആയിട്ട് ഇരിക്കണമെങ്കിൽ എന്ത് ഓയിലാണ്? സൺഫ്ലവർ ഓയിലാണോ? സൺഫ്ലവർ ഓയിൽ. ഓക്കെ. മോമോസിന് നമ്മുടെ അതെ, അത് കറുത്ത് കഴിഞ്ഞാൽ മോമോസിന് എഫക്ട് ചെയ്യും, അതിന്റെ കളറിനെ എഫക്ട് ചെയ്യും. പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ കാശ് ഇപ്പോഴത്തെ നമ്മുടെ ക്രീമി മോമോസിന്റെ ഗ്രേവി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. Okay guys, നമ്മുടെ creamy momos is ready to be served. Okay guys, അപ്പോൾ ഇവരുടെ ട്രേഡ് മാർക്ക് സാധനങ്ങളിൽ ഒന്നായ ക്രീമി മോമോസ് എത്തിക്കഴിഞ്ഞു. ക്രീമി മോമോസ് എത്തിക്കഴിഞ്ഞു. ഫസ്റ്റ് ടൈം തന്നെ ഇവരതാണ് റെക്കമെൻഡ് ചെയ്തത്. പക്ഷെ ഡ്രങ്കൻ കല ഉടച്ചു എന്ന് വേണേൽ പറയത്തില്ല. പക്ഷെ ഡ്രങ്കന്റെ പ്രിഫറൻസ്, ആ ഒരു സ്പൈസിനെസ് അത് പുള്ളി പ്രിഫർ ചെയ്തു. പക്ഷെ എന്നാൽ നല്ല സാധനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം എവിടെ പോയാൽ. കാരണം പ്രത്യേകിച്ച് ഞാൻ നമ്മുടെ പണ്ട് തൊട്ടേ നമ്മുടെ ചാനലിൽ പോയും ഈവൻ ഇഫ് ഇറ്റ്സ് അവിടുത്തെ സ്റ്റാഫ് റെക്കമെൻഡ് ചെയ്യുന്ന ബ്രാൻഡ് അല്ലെങ്കിൽ കാര്യം നമ്മൾ ട്രൈ ചെയ്യണം. കാരണം അവർക്ക് അത്രയും കോൺഫിഡൻസ്. ഞാൻ എപ്പോഴും അതേ കാര്യം പറഞ്ഞ് നിങ്ങളെ ബോധടിപ്പിക്കുന്നില്ല. പക്ഷേ അവർക്ക് അതിന്റെ ആ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാം. അവർ മേക്ക് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ അവർക്ക് അതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാം. ആ ഒരു കോൺഫിഡൻസ് അതുകൊണ്ടാണ് അവരൊരു ഡിഷ് നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർ റെക്കമെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കാതെ പോകുന്നത് ഇറ്റ്സ് അഗെയിൻസ്റ്റ് ദ ലോ. സോ നമ്മളത് ട്രൈ ചെയ്യാണ്. ഇരിക്കുന്നതാണ് എനിക്ക് അറിയാത്തത്. കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ക്രീം എല്ലാം പറ്റി ഞാൻ ക്രിസ്മസ് അപ്പാപ്പനെ പോലെ ആയി. ബട്ട് ഇറ്റ് ഡസന്റ് മാറ്റർ. ഗൈസ്, അപ്പൊ അവർ പറഞ്ഞതുപോലെ തന്നെ ഒരു മൈൽഡ് സ്പൈസിനെസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ക്രീമിന്റെ എഫക്റ്റ് ഒരു രക്ഷയില്ല. ഇങ്ങനെ സ്മൂത്ത് എഫക്റ്റ് ആണ് നമുക്ക് വായിലിട്ട് വരുന്നത്. അത് നല്ലൊരു എന്താ പറയാ, ഒരു ചെറിയ സ്വീറ്റ്നെസ് ഉണ്ട് ആ ക്രീമിന്റെ. പിന്നെ ആ ഒരു ചെറിയ സ്പൈസിനെസ്സും കൂടെ കലർന്ന് ഇറ്റ്സ് ആക്ച്വലി ഇഷ്ടം. ഇനി എന്തായാലും ഞാനിത് ഇപ്പോഴത്തെ കഴിച്ചു കഴിഞ്ഞാൽ ഡ്രങ്കിനെ കൊണ്ട് പോയി തിരിപ്പിക്കാൻ പോകാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിമിതികളുണ്ട്. നമ്മളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു കസ്റ്റമർ എന്തൊക്കെ പറയണം. പുള്ളി ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്ത പുള്ളിയുടെ റിവ്യൂ എന്താണ്? നല്ലതാണ്. അതെ, കാരണം ഈ ഒരു ലൊക്കാലിറ്റിയിൽ ഒത്തിരി മോമോസിന്റെ സെഗ്മെന്റ് ഉണ്ട് അല്ലേ? അതിന്റെ അപ്പുറത്തെ റോഡിലും മോമോസ് ആണ്, നമ്മുടെ ബൈപ്പാസിലും മോമോസ് ആണ്. ബട്ട് ഇവിടുത്തെ മോമോസിന്റെ പുള്ളി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഡയറക്ട്ലി. എവിടുന്ന സ്ഥലം? കാലിക്കറ്റ്. അതെ, കാലിക്കറ്റ് എന്ന് വന്ന് ഇവിടെ വന്ന് മോമോസ് എക്സ്പീരിയൻസ് ഒരു പുള്ളിക്കാരൻ പറയും നല്ലതാണ്. ഏതാണ് പഠിച്ചത്? ആദ്യം നമ്മുടെ സേഫ് ബ്രാൻഡാണ് ട്രൈ ചെയ്തത്. അടിപൊളി മെയിനായിട്ട് ഇവരെ ഉണ്ടല്ലോ, ഇവരെന്നെ ട്രൈ ലൈവായിട്ട് ചെയ്യാൻ മറ്റൊന്നും അങ്ങനെയല്ല. ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് അപ്പോഴും ഫീൽ ചെയ്യും. അതാണ് ഏറ്റവും ജെന്യൂൻ. അപ്പോൾ നല്ലൊരു ജെന്യൂൻ റിവ്യൂ ആണ് നിങ്ങൾ കേട്ടത്. കാരണം നമ്മുടെ ആരുമല്ല, എന്റെ ആരുമല്ല, പുള്ളി ഒരു കസ്റ്റമർ ആണ്. അപ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റ് ഒരു കസ്റ്റമർ ഫീഡ്ബാക്ക് കിട്ടിയപ്പോൾ നിങ്ങൾ ലൈവായിട്ട് കിട്ടിയപ്പോൾ തന്നെ മനസ്സിലാക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഡ്രങ്കനെ കൊണ്ട് കുത്തിത്തിരിക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞു. വിടത്തില്ല അങ്ങനെ. എന്ത് പറഞ്ഞു ഡ്രങ്കൻ? താങ്കളുടെ സിലബസ് അല്ല, അധികം എരിവില്ല. തനിക്ക് വേണ്ടി എന്നിട്ട് ജോള ചിപ്സ് പൊടിച്ച് തരിയായിട്ട് വരാം. അതാകുമ്പോൾ തനിക്ക് ഇഷ്ടപ്പെടും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടുത്തെ സെക്ഷൻ ഒരുപാട് എൻജോയ് ചെയ്തു. ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞങ്ങൾ ഇവിടുത്തെ പിരിയുന്നത്. ഇനി നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട്. നമ്മുടേതായിട്ടുള്ള പരിപാടികൾ നമ്മൾ അവൈഡ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് പറ്റുവാണെങ്കിൽ വയർ ഇപ്പോൾ തന്നെ നിറഞ്ഞു, ഫുഡ് വ്ലോഗ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ഫുഡ് വ്ലോഗ് ചെയ്യും. നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ ഇന്ന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന പുട്ടും കട്ടനുമാണ് നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ. സോ പറ്റുമെന്ന് ഉറപ്പില്ല, ബട്ട് വി വിൽ ബി ട്രൈ. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് എൻജോയ് ദ വീഡിയോ ഓഫ് MDTV.
ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് അവരുടെ മറ്റൊരു ഔട്ട്ലെറ്റ് ആണ്. ഇവരുടെ ഒരു കഫേയാണ് ആക്ച്വലി. സീ വ്യൂ കഫേ എന്നാണ് എൻ്റെ പേര്. ഇതും ഇവരുടെ തന്നെ ഓണർഷിപ്പിലുള്ളതാണ്. ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ചിക്കൻ സാൻഡ്വിച്ച് ചിക്കൻ സാൻഡ്വിച്ച്, ഓക്കെ. എഗ് പപ്സ് ഉണ്ട്, മീറ്റ് ഉണ്ട്, പിന്നെ ക്രീം ബൺ. ക്രീം പണ്ണ്, പരിചയപ്പെടുന്നുണ്ടോ, എല്ലാവർക്കും അറിയാം. ബ്രോ ഇതിന്റെ ഓണറാണോ അത്? ഓക്കെ. അത് പാർട്ട്ണർ വേറെ എല്ലാവരും പറഞ്ഞുണ്ട്, പിന്നെ എൻ്റെ ചേട്ടന് അവരുണ്ട്. ഓക്കെ. ആ, നിങ്ങളെല്ലാവരും എവിടെയാ? സ്ഥലമൊക്കെ എവിടെ? ഇവിടെ തന്നെ വെള്ളക്കണ്ണൂർ. ആ, ഞങ്ങൾ ആലപ്പുഴക്കാരുന്നു. അതെ അതെ. ഇവിടെ എത്ര കാലമായി തുടങ്ങിയിട്ട്? ഈ ഒരു തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാർച്ചിൽ, ഈ കഴിഞ്ഞ മാർച്ചിൽ. മാർച്ചിൽ. കാരണം ഞങ്ങൾ ഇപ്പോഴല്ല, ഒരു 2-3 ആഴ്ച മുമ്പ് ഇവിടെ വന്നപ്പോൾ നല്ല റഷാണ് ഇവിടെ. ഞാനും പുള്ളിയും കൂടെ വന്നാൽ ഷൂട്ട് ചെയ്യാനായിട്ട്. ബാക്കി ദിവസങ്ങളിലെ റഷ് ഉണ്ടാവും. ഇന്നെന്ത് പറ്റുന്നാണ് ഞാൻ പുള്ളിയോടും ചോദിച്ചത്. ചില ദിവസങ്ങൾ മൊത്തത്തിൽ, ചില ദിവസങ്ങളിൽ ബീച്ചിലെ ആള് കാണൂല. ഓക്കെ. ഇതിലൊന്ന് ചില്ലി പൊറോട്ട, ചില്ലി ബ്രെഡ്, പിന്നെ ബർഗർ, സാൻഡ്വിച്ച് എല്ലാം പുതിയതായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമ്മൾ എല്ലാം അത് അപ്പൊ നമ്മൾ ഇനി ഇത് കംപ്ലീറ്റ് ചെയ്ത് റെനോവേഷൻ ഇതിന്റെ പുതിയ അപ്ഗ്രേഡേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ദിവസം വരണം, വന്നിരിക്കും നമ്മൾ. അപ്പൊ നമ്മൾ ആ സ്ഥാനത്ത് കാണാൻ. അപ്പൊ നമുക്ക് നമ്മുടെ ഐറ്റംസിലേക്ക് പോകാം. ഫ്ലൈറ്റ് കടലിൽ പതിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. കുറച്ച് വേഗം വെള്ളം കുടിക്കാം എന്നൊക്കെ ഉള്ളൊരു ചലഞ്ചാണ്. ഇത് കയ്യിൽ പോലെ താഴെ പാമ്പിനാലി യൂണിവേഴ്സിറ്റി വീടാണ്. ഓക്കെ. ഓക്കെ ഗൈസ്, ഒരെൻഡിൽ നമ്മളെത്തി. നിങ്ങൾ മനപ്പുറം സ്പീഡ് കൂട്ടിയതാണ്. സത്യം പറഞ്ഞാൽ നൈറ്റ് ടൈമിൽ വന്നിത് എൻജോയ് ചെയ്യുമ്പോൾ ആ ഒരു പേടി ഫീൽ ചെയ്തല്ലേ? തീർന്നാ പിന്നെയും കൊണ്ടുപോണേ. മനപ്പൂർവ്വം ചെയ്യുന്ന പരിപാടിയാക്കാം. എന്തായാലും കിക്കായ പേടിച്ച് കിക്കായ അങ്ങനൊന്നും തോപ്പിക്കാനാവത്തില്ല ഈ മദ്യപാനിയിൽ. കാലൊന്ന് പൊക്കി വെക്കണം, കാരണം അവിടെ ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവിടെ ചാടാൻ തോന്നണ്ട. ഇത് ആക്ച്വലി ഒരു റൈഡ് എന്ന് പറയുമ്പോൾ എത്ര ലാപ്പ് വരും? 2 ലാപ്പ് 100 രൂപ. എത്ര? 250 പെർ ഹെഡ് ആണ് അതോ? പെർ ഹെഡ് 250. ഓക്കെ. അപ്പൊ നമുക്കൊരു എക്സ്ട്രാ ലാപ്പ് തന്നതാണിത്. ഭൂമിയെ സ്പർശിച്ചു ഇറങ്ങിപ്പോയി തിരിച്ചു കൊണ്ടുപോകുന്ന.
ഓക്കെ ഓക്കെ ബ്രോ, താങ്ക് യു താങ്ക് യു ബ്രോ. അങ്ങനെ അതും നടന്നു. ഓക്കെ താങ്ക് യു സോ മച്ച്. പുള്ളി നമ്മളെ വളരെയധികം നല്ലപോലെ അറ്റൻഡ് ചെയ്തു. വളരെയധികം പുള്ളി മാത്രമല്ല എല്ലാ ക്രൂ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കറക്റ്റ് അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, തീർച്ചയായിട്ടും വന്നിരിക്കും, തീർച്ചയായിട്ടും. ഓക്കെ ഗൈസ്, അപ്പൊ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പരിപാടിക്കാണ്, മറ്റെവിടെയല്ല, പഴയ ഹാർബർ ബാർ. ഇപ്പൊ ഹാർബർ മാറ്റി വെറും ബാർ മാത്രം ആക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും അപ്പുറത്ത് നമ്മുടെ ഓപ്പൺ എയർ സീക്വൻസ് എപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് അകത്തേക്ക് പോകാം. സാധാരണ രീതിയിൽ എന്തോ വേണ്ടതാണ് സാധാരണ ചെയ്യുന്നത്. പണ്ട് ഹാർബർ പക്ഷെ ബാർ മാത്രമല്ല മാറ്റാൻ പറഞ്ഞല്ലേ. അപ്പൊ ഞാൻ കരുതി വേറെ ബാറായിരിക്കുന്ന കരുതില്ല, അതാണ് കയറാൻ ഞാൻ. ഇവിടെ വന്നിട്ടുണ്ട്, അപ്പുറത്തും വന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഏതോടെ വേണ്ട ബ്രാൻഡിയാ? അത് വിസ്കി വേണ്ട. വിസ്കി കഴിഞ്ഞ ദിവസം അടിച്ച് ഭയങ്കര ഹാങ് ഓവർ ആയിരുന്നു. റം അടിച്ചാലോ? ഏതൊക്കെയാ ഉള്ളത്? റം ഏതൊക്കെ? ബ്രാൻഡിയോ? JDF എടുത്താലോ? കുറെ കാലമല്ലേ? അല്ല വേണ്ട, തനിക്ക് JDF, എനിക്ക് MH മതി. കുറെ കാലം ചേട്ടാ, രണ്ട് പേക്ക് എടുത്താലോ? വേണ്ട, ഓക്കെ, രണ്ട് പെഗ് MH 4 പെഗ്. 4 പെഗ് 2 പേർ അല്ല, മൊത്തം 4 പെഗ്. തനിക്ക് 2, എനിക്ക് 2. MH അത് തനിക്ക് JDF ആണോ? ഓക്കെ, 2 MH ഉം 2 JDF. പിന്നെ സോഡ, ഐസ്, സ്നാക്സ് എന്തെങ്കിലും ഉണ്ടോ? ചിക്കൻ 65 പറഞ്ഞാലോ? ഞാൻ ബീഫ് കഴിക്കാം. ചേട്ടാ, ചിക്കൻ 65 അല്ല വേറെ എന്തെങ്കിലും? പ്രോൺസ് പറഞ്ഞാലോ? പ്രോൺസ് എങ്ങനെയാ? ഫ്രൈഡ് ആണോ? സൈസ് എങ്ങനെയാ? മറ്റേ തലയേക്കോളാണ് അല്ലല്ലോ? തല കളഞ്ഞിട്ടല്ലോ അല്ലേ? തല കളഞ്ഞിട്ടുള്ളത്. ഫ്രൈ ഏതാ ചേട്ടൻ എന്ന് പറയുന്നത്? ഫ്രൈ ആണോ നല്ലത് അതോ കറിയാണോ നല്ലത്? ഫ്രൈ ആണ്. ഇത്തിരി മസാലയൊക്കെ ഉണ്ടോ? വേണം. ഫുഡ് കഴിച്ചതേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാ പ്രോൺസിനകത്ത്? വെറും പ്രോൺസ് മാത്രമായിട്ടാണോ എന്തെങ്കിലും മസാലയൊക്കെ ഉണ്ടോ? അതോ റോസ്റ്റ് ആണോ നല്ലത്? ഗ്രേവി ആയിരിക്കും. അപ്പൊ എന്തായാലും ഈ പെക്കിങ് കൊണ്ടുപോവാ ഒരു പ്രോൺസ് ഫ്രൈ. ഓക്കെ ഗൈസ്, അപ്പോ സാധാരണ ഒരു ബാറാണ്. നമ്മൾ അന്ന് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കയറുകയാണ്. എനിക്ക് തോന്നുന്നു റെഡ് ലേബൽ ആണെന്ന് തോന്നുന്നു നമ്മളന്ന് ട്രൈ ചെയ്യുന്നത്, ജോണി വാക്കർ. അപ്പൊ എന്തായാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വന്ന സ്ഥലത്ത് തിരിച്ചെത്തിയതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മൾ ആക്ച്വലി ഇവരുടെ ഓപ്പൺ സ്പേസ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഞാൻ ആക്ച്വലി വരാൻ വെച്ചിരുന്നത്. പോയി നോക്കിയതുകൊണ്ട് ഞങ്ങൾ, പക്ഷെ അവിടെ ഭയങ്കര ക്രൗഡഡ് ആണ്, പിന്നെ ഫാമിലിയാണ്. അപ്പൊ നമ്മളെന്തായാലും അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നമുക്ക് എന്തായാലും ഇവിടെ ഇരുന്ന് ഒരു സാധാരണ ബാറാണ്. നല്ലൊരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആണ് എനിക്ക്. പക്ഷേ ക്രൗഡഡ് ആണ് നോർമലി ഇവിടെ എപ്പോഴും. കാരണം ഇവിടെ നിന്ന് തിരിയാൻ സ്ഥലം, ഇന്ന് പൊതുവെ ബീച്ചിൽ മൊത്തത്തിൽ ഇന്ന് ക്രൗഡ് ഇല്ല. അതിന്റെ ഫലമായിട്ടാണ് ഇവിടെയും തിരക്കില്ല. എന്ത് പറ്റിയെന്നാണ് മനസ്സിലാവാത്തത്. ഒന്നുമില്ലെങ്കിലും ബാറിലെങ്കിലും തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചത്, പക്ഷെ അവിടെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. പഴയ ഒരു ഓടിട്ടൊരു കെട്ടിടമാണ് കാഴ്ചത്. വളരെ പഴകിയ ഒരു കെട്ടിടമാണ്, എനിക്കറിയായത്. പക്ഷെ പണ്ട് ഇങ്ങനൊന്നും അല്ല. എന്താ ആ കാൽ ബോൾ ഉണ്ടോ അവിടം വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ കൺസ്ട്രക്ഷനും ഇതിന്റെ ബോളും ഇങ്ങനൊന്നും അല്ലായിരുന്നു ആക്ച്വലി. അത് സത്യം പറഞ്ഞ പണ്ടത്തെ പഴയ ആ ഒരു ഹാർബർ എന്നല്ലായിരുന്നു ഇതിന്റെ എന്താണ് ഇതിന്റെ പേര്? പഴയ പേരുന്നത് സീ ബാർ എന്ന് പറഞ്ഞില്ല, സീ വ്യൂ ബാർ എന്നല്ല, എന്തോ അങ്ങനെ എന്തോ ഒരു സെറ്റപ്പ് ആയിരുന്നു. സീ അങ്ങനെ എങ്ങാണ്ട് ചേർന്നൊരു വ്ളോഗായിരുന്നു. അതിന് അങ്ങനെ ഒരു പേരായിരുന്നു ഈ ബാറിന്റെ. ഓ ചേട്ടാ, ഇതിന്റെ പഴയ പേരെന്താ ചേട്ടാ ഈ ബാറിന്റെ? അല്ലല്ലോ, ഇതായിക്കോട്ടെ, മാതാമ്മയുടെ ബാർ. അത് ശരി. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ആക്ച്വലി എനിക്കറിയാം, ഞാനിവിടെ വന്നിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പേര് ഇതല്ലായിരുന്നു. വെച്ചാൽ ഈ ഒരു ആംബിയൻസും അല്ലായിരുന്നു ഇതിന്റെ അകം എന്ന് പറയുന്നത്. പഴയ അത് കുറച്ചുകൂടെ ഒരു വെസ്റ്റേൺ സ്റ്റൈലായിരുന്നു ആ ഒരു ആംബിയൻസ്. ഓക്കെ ഗൈസ്, അപ്പോൾ കുറേ കാലത്തിന് ശേഷം MH വന്നിരിക്കുകയാണ്. റീസെന്റ് ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരാണ്ട് MH ഒന്ന് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. MH ഒക്കെ എപ്പോഴും ഒരു വികാരമാണ് അല്ലേ ചേട്ടാ? എന്നെയോ? യൂട്യൂബിലായിരിക്കും. ഫുഡ് കഴിക്കാനായിട്ട്. ഓ, അവിടെ എന്തോ കഴിക്കാൻ വന്നായിരുന്നോ? അത് ശരി, അത് ശരി. അതെ അതെ അതെ. ചേട്ടാ ഐസ് ഇല്ല ചേട്ടാ? പരിചയക്കാരനാണ്, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള വ്യക്തിയാണ്. ട്രങ്കണ എന്ത് മാരി മാരി എറിയുവാണ് കേട്ടോ. എന്താണോ അത്? അപ്പൊ ബ്രോ നമുക്ക് ഐസ് തരാൻ വേണ്ടി ഐസ് എടുക്കാണ്ട് പോയിരിക്കാണ്.
എന്താണ് ഡ്രങ്കൻജി അതിനകത്ത് ചെകയുന്നത്? കപ്പലിന്റെ ആണോ? അപ്പോൾ MH ആണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ഐസ് വണ്ടി എത്തിക്കഴിഞ്ഞു. ഓക്കേടാ, താങ്ക് യു. മറ്റേത് താമസം ഉണ്ടാവോ? അപ്പൊ എന്തായാലും ഡ്രങ്കൻ പണി തുടങ്ങിയാലോ? ഐസ് വന്ന സ്ഥിതിക്ക് ഇനി വെച്ചോണ്ടിരിക്കാൻ പാടില്ല. പണി MH അടിച്ചിട്ട് കുറെ കാലം അല്ലേ? തന്റെ JDF ഏതാ JDF ഏതാ MH? അയ്യോ, ഇത് JDF ആണെന്ന് തോന്നുന്നു. അതിങ്ങോട്ടേ ഇത് JDF ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് രണ്ടും ബ്രാൻഡിയാണ് എങ്കിലും അതിന് കുറച്ച് കട്ടി കൂടുതല ആണല്ലേ? ഓക്കെ, ഒരെണ്ണം മതിയാരും തോന്നുന്നു. കാരണം ഇനി സോഡ കുറച്ച് കഴിക്കാൻ പറ്റത്തുള്ളൂ. പഴയ ഫീലും കൂടെ കിട്ടിയത് സന്തോഷം. എത്ര ലോക്കേഷൻ എമ്മച്ചടിക്കുന്നല്ലേ? അപ്പോ ഇവരുടെ മെനു നമുക്ക് വളരെ ലേറ്റ് ആയിട്ടാണ് കിട്ടിയത്. ഇത്രയൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഞാൻ വായിച്ച് മുഷിപ്പിക്കുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടു. FML എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? ഓക്കെ ഗൈസ്, അപ്പോ ആ നമ്മുടെ സാധാരണക്കാർ പറയുന്നത് വളരെയധികം സത്യമാണ്. ഈ ബാറിന്റെ ഏറ്റവും ഫേസ്റ്റ് നെയിം എന്ന് പറഞ്ഞ മാതാമ്മയുടെ ബാർ, അതായത് ഒരു ഫോറിനർ ആയിരുന്നു ഇതിന്റെ ഒരു ഓണർ, ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. പിന്നെ അത് ഹാർബറായി, പിന്നീട് അത് ബാർ എന്ന് മാത്രമായിട്ടുണ്ട്. നമ്മുടെ സാധനം കൂടെ വന്നാൽ നമുക്ക് ഇവിടെ നിറങ്ങായിരുന്നു അല്ലേ? വളരെ റെയർ ആയിട്ട് മാത്രമാണ് നമ്മൾ രണ്ടുപേരും രണ്ട് ബ്രാൻഡുകളൊക്കെ ഇതുപോലെ മേടിക്കുന്നത് അല്ലേ? മതി ചെറുതായി പൊട്ടിപ്പോയ സോഡ എപ്പോഴും ഒഴിക്കണ്ട. എന്തായാലും അത് കിട്ടാതെ പോകാൻ പറ്റത്തില്ലല്ലോ, പാഴ്സലാണേലും. പുള്ളി ധൃതി പിടിക്കുവാണ്, ഓടുവാണ്, ഓടിക്കിതയ്ക്കുവാണ്. ഡ്രങ്കിന് വകുപ്പുണ്ട്, പിഴിയാൻ നാരങ്ങയുണ്ട്. എടുത്തോളൂ, ഇത് കഴിച്ചോ. ചൂടാണോ? ചൂടായിരിക്കുമല്ലോ. അപ്പൊ ഈ സോഡ ഒഴിക്കാൻ ഇത്തിരി. ഇത് കാണുമ്പോ 90 തോന്നുന്നില്ലേ? അത്രയും പ്രതീക്ഷയില്ല കേട്ടോ. നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണെന്ന് ഒരു സംശയമുണ്ട്. കാരണം അതേപോലെ ടേസ്റ്റ്. നല്ല സ്പൈസി ആണ്, ആവശ്യത്തിലധികം. ഇന്ന് മൊത്തം തൊടുന്ന എല്ലാം സ്പൈസി ആണ്. എരിവാണ്. നമ്മൾ ഈ ഒരു വീഡിയോ ക്ലോസ് ഓഫ് ചെയ്യേണ്ട സമയം എത്തിക്കഴിയും. നമുക്ക് ലാസ്റ്റ് പെക്കിലേക്ക് കടക്കാം. എന്ത് പറഞ്ഞു ഡ്രാഗൻ? എങ്ങനെയുണ്ട് പ്രോൺസ്? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത്രയേറെ താമസിച്ചെങ്കിലും അടിപൊളി സാധനം കിട്ടിയില്ലേ? ഇവ പോയി നഷ്ടമാകത്തില്ലായിരുന്ന. അപ്പൊ നമ്മുടെ ബ്രോ ഇത്തിരി വൈകിപ്പിച്ചെങ്കിലും അടിപൊളി സാധനം കൊണ്ടുവന്നു. കിട്ടിയതെല്ലാം പെട്ടക്കുന്ന സാധനങ്ങളായിരുന്നു. ഇന്ന് നമ്മുടെ ദിവസമായിരുന്നു അല്ലേടാ? സാധാരണ നമ്മൾ ചെല്ലുന്നിടം തൊടുന്നത് എന്നെ ഫ്ലോപ്പാണ്. പിന്നെ നമ്മൾ എങ്ങനെയും മേക്ക് ഓവർ ചെയ്ത് കൊണ്ടുവരും. This is actually a rare occasion actually. അടിപൊളി വെച്ചാനേ. അതെങ്കിലും താമസിച്ചെങ്കിലും ലേറ്റ് ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നുണ്ടോ സംഭവം? ഗുഡ് ജോബ്. അപ്പൊ ലാസ്റ്റ് റൗണ്ടിലേക്ക് കിടക്കല്ലേ മൈക്കോടി? ഒരു ബിയറോടെ പറയട്ടെ, ചുമ്മാ നമ്മുടെ ചെറിയ ബിയർ വല്ലതും ഉണ്ടോ? കുട്ടി ബിയർ വല്ലതും ഉണ്ടോ? അത് അറിയല്ലേ
മറ്റേ ബോട്ടിൽ ചെറുത് ഇല്ല, എന്നാ പിന്നെ വേണ്ട ബ്രോ. ഒന്ന് പേടിച്ച് അല്ലേ? Okay guys, it's time for the last round mic ready.